വരുന്ന സഹോദരാ, സമസ്ത ചെയ്തത് എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് സമസ്തയുടെ ആലിമീങ്ങൾ ആരാണെന്ന് പറയുകയാ. ആ സമസ്തയുടെ നയിച്ച മഹാനല്ലേ മഹാനായ ശംസുൽ ഉലമാ. അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയത് കേട്ടോ. അൽ ഈമാൻ യമാനിയ വൽ ഹിക്മത്ത് യമാനിയ. ഓ മനുഷ്യരേ, ഓ ജനങ്ങളെ, ഈമാനുള്ളത് യമനില, ഹിക്മത്തുള്ളത് യമനില. അതുകൊണ്ട് കിട്ടിയതിന്റെ പിന്നാലെ ഓടി ഈമാനെ പണയം വെക്കണ്ടതാ. നിനക്ക് ഖിയാമത്ത് വരുമ്പോ അവിടെയും ആലിമീങ്ങളാ, ഇവിടെയും പണ്ഡിതന്മാരാ. വേർതിരിക്കാൻ, കല്ലും നെല്ലും വേർതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ, അൽ ഈമാൻ യമാനിയ വൽ ഹിക്മത്ത് യമാനിയ. ഈമാൻ യമനിലാണ്, ഹിക്മത്ത് യമനില. ആ യമനിന്റെ പാരമ്പര്യമുള്ള ആളാണ് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും യമനുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. പടച്ചവനെ, യമനുകാർക്ക് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. എന്തിനേറെ അറിയണോ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ കാണാത്തൊരു താബീങ്ങളിൽപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അറിയില്ലേ ഉവൈസുൽ ഖർനി? നിങ്ങൾക്ക് ചരിത്രമറിയാ. കാരണം യമനുകാരനാണ് ഉവൈസുൽ ഖർനി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് മദീനയിലേക്ക് പ്രബോധനം ചെയ്യുമ്പോൾ പലപ്പോഴും മദീനയിൽ കടന്നു വന്നിട്ടുണ്ട് ഉവൈസുൽ ഖർനി. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടില്ല. കാരണം എന്റെ റസൂലുള്ളാഹിനെ കണ്ടാലാണ്, വിശ്വാസത്തോടുകൂടെ റസൂലുള്ളാഹിനെ കണ്ടാലാണ് സ്വഹാബത്തിന്റെ സ്ഥാനം കിട്ടുന്നത്. പക്ഷേ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ കാരണം കൊണ്ട്, ഉമ്മാന്റെ ഖിദ്മത്ത് ചെയ്ത കാരണം കൊണ്ട് ഉമ്മ പലപ്പോഴും പറയാറുണ്ട്, മോനെ നീ ഇവിടുന്ന് അനങ്ങല്ല മോനെ, ഇവിടുന്ന് പോകല്ല മോനെ. പലപ്പോഴും ഉവൈസുൽ ഖർനി ഉമ്മാന്റെ അടുത്ത് പോയി പലപ്പോഴും യാചിക്കുകയാ, ഉമ്മ, എന്റെ പൊന്നുമ്മ, ഒന്ന് മദീനയിൽ പോകാൻ, ഒന്ന് റസൂലുള്ളാഹിനെ കാണാൻ, അവിടുത്തെ സർവ്വഭാഗപ്പെട്ട കൈയൊന്നും മുസാഫിത്ത് ചെയ്യാനൊന്ന് സമ്മതം തരുമോ? അവിടെ നിന്നും പറയുന്നു, വേണ്ട മോനെ, കാരണം എനിക്ക് വാർദ്ധക്യമാ, പേസ, എനിക്ക് വെള്ളം തരാൻ ആളില്ല, ഭക്ഷണം തരാൻ ആളില്ല. പക്ഷെ ഉമ്മാനെ പൊരുത്തമില്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇഷ്കുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്കുകൊണ്ട്, മഹബ്ബത്ത് കൊണ്ട്, റസൂലിനോടുള്ള പ്രിയം കൊണ്ട് പലപ്പോഴും ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടില്ല. വളരെയേറെ ദുഃഖത്തോടുകൂടെ എല്ലാ രാത്രിയും കരച്ചലോടുകൂടെ കരച്ചല. എന്തേ എന്റെ ജീവിതകാലത്ത് റസൂലുള്ള ജീവിച്ചിട്ടോ എനിക്കെന്റെ റസൂലുള്ളാഹിനെ കാണാൻ സാധിച്ചില്ലല്ലോ, എന്റെ ഹബീബിനെ കാണാൻ സാധിച്ചില്ലല്ലോ. പക്ഷേ സഹാബത്തിനോട് റസൂലുള്ളാഹി പറയുകയാണ്, സഹാബത്തെ, എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഉവൈസുൽ ഖർനി യമനിലുണ്ട് കേട്ടോ. ആ ഉവൈസുൽ ഖർനിക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും തന്റെ കൂട്ടിന്റെ ഗുണ്ടെടുത്തിട്ട് കൊടുക്കിടത്ത് പെട്ടെന്നെടുത്തിട്ട് യമനിന്റെ ഭാഗത്തേക്ക് അങ്ങ് തിരിഞ്ഞിട്ട് പറയുമായിരുന്നു, ഓ ഉവൈസുൽ ഖർനിയെ ചുറ്റുന്ന കാറ്റേ, എന്റെ മനസ്സൊന്ന് തണുപ്പിക്കുമോ? അത്രയേറെ റസൂലുള്ള മഹബ്ബത്ത് വെച്ച, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഓ സഹാബത്തെ, എന്റെ വഫാത്തിന് ശേഷം ഉവൈസിയെ കണ്ടാൽ ഒരു സലാമെന്ന് പറയണേ.
പറയണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയുകയാ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്താ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിയെ കാണാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ യമനിൽ പോകുന്നു. യമനിൽ പോയപ്പോഴാ ഒരു പർവ്വതത്തിന്റെ മുകളിൽ എന്തോ വിളിച്ചു പറയുന്നത്, കൊണ്ട് എന്തോ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനെ കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടപാട് ഉവൈസുൽ ഖർനി ഓടി വരികയാ. എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാ. എനിക്കെന്റെ ഹബീബിനെ കാണാൻ സാധിച്ചില്ലല്ലോ, എന്റെ മുത്തിനെ കാണാൻ സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് കണ്ടവരെ കണ്ടാലോ, കണ്ടവരെ കണ്ടുകൊണ്ടല്ലോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പിടിച്ചന്നതാ ആലിംഗനം ചെയ്യുന്നു, ധാരധാരയായി ചുംബിക്കുന്നു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഉവൈസ് പറയുന്നു, കാണുന്നില്ലേ ജാതിവത്തമുള്ളവനാ, യുവാക്കൾ പെട്ടവനാ, മറിച്ചതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളവരാ. ഉവൈസുൽ ഖർനിയുടെ വായിൽ ഒരു പല്ലുമില്ല. യുവത്വം കാണിക്കുന്ന ഉവൈസുൽ ഖർനി തങ്ങളുടെ വായിൽ പല്ലില്ലാതെ ആയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അല്ല ഉമർ, അല്ല ഉവൈസിയേ, അല്ല ഉവൈസിയേ, എന്ത് ചെയ്തതാ? അപ്പോഴാണ് യമനികാരന്റെ ഈമാൻ ഉവൈസുൽ ഖർനി കാണിക്കുന്നത്. ഓ ഉമറേ, അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിന് പോയി, അങ്ങനെ യുദ്ധത്തിന് പോയപ്പോൾ സുരക്ഷ കുത്തിയത് അറിഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിന്റെ ഒരു പല്ല് പോയെന്ന് കേട്ടോ. പക്ഷേ കുറെ ദിവസമായിട്ടാ ഈ ഉവൈസ് അറിയുന്നത്, ഈ ഉവൈസ് കേൾക്കുന്നത്. അതുകൊണ്ടതാ റസൂലുള്ളാഹിന്റെ പല്ലിനെ കേട്ടപ്പോ, പല്ല് പോയത് അറിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പല്ലാണോ, അണപല്ലാണോ, ബാക്ക് പല്ലിയാണോ എന്നെനിക്കറിഞ്ഞില്ല. അതുകൊണ്ടതാ എന്റെ ഹബീബിന് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്, കാരുണ്യത്തിന്റെ കടല് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന് ഒരു പല്ലിയില്ലെങ്കിൽ ഉവൈസിക്കൊരു പല്ല് വേണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു പാറക്കല്ലെടുത്ത മുഴുവനും പല്ലുകളതാ തട്ടി ഞാൻ മാറ്റി. ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറിയാതെ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു വന്നതാ, വലിയ മുഹബ്ബത്തുള്ളവരാ റസൂലുള്ളയോടുള്ളവർ, റസൂലുള്ളയോട് വലിയ മുഹബ്ബത്തുള്ളവരാ യമനുകാർ. ആ യമനിന്റെ പാരമ്പര്യമുള്ളവരാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ, വലിയ മഹാനായ പണ്ഡിതനാണ്. ചുരുക്കുകയാണ്, സമയത്തിന്റെ അഭാവമാണ് സഹോദരന്മാരെ. കാരണം കൂടുതൽ നീട്ടി പറഞ്ഞ നാളെ വാഴുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ വലിയ വിജ്ഞാനിയാണ്, ഇൽമുള്ള ആളാണ്, തഖ്വയുള്ള ആളാണ്. ഇതുവരെന്നറിയോ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ രോമാഞ്ചം കൊള്ളുന്ന ആളാണ്. നമ്മൾക്ക് വഅദ് പറയണമെങ്കിൽ ഇന്ന്, സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കണമെങ്കിൽ ഇന്ന് എനിക്കിവിടെ സ്റ്റേജ് കെട്ടിത്തരണോ, മൈക്ക് ഉണ്ടാക്കി തരണമെന്നല്ലേ? എങ്കിലടോ ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്തിനോട് കൂറ് പുലർത്തുന്ന അവസ്ഥ നിങ്ങൾ കണ്ടോ? കൊണ്ടോട്ടിയുടെ പട്ടണത്തിൽ ശംസുൽ ഉലമ ചെറിയ കുട്ടിയുണ്ടാകുമ്പോ ദർസിൽ പഠിക്കുമ്പോളാ അവിടെ നദാ ഒരു തൊപ്പി വെച്ചിട്ട് തോട്ടത്തിൽ പോവുകയാ. അങ്ങനെ നാട്ടുകാർ കാണുന്ന ഈ കുട്ടി എന്ത് ചെയ്യുകയാണെന്നറിയാതെ നാട്ടുകാരെങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ശംസുൽ ഉലമ കടന്നു വരുന്നു. നമ്മുടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി പന്തലുണ്ടാക്കുന്നത് പോലെ ഒരു പന്തലുണ്ടാക്കുകയാ.
ആരാ പ്രസംഗിക്കാൻ വരുന്നതെന്നറിയില്ല. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുമ്പോളാ വൈകുന്നേരമാകുമ്പോൾ ഒരു തൊപ്പി വെച്ച ഉസ്താദ് വരുന്നു. ആരാ വന്നത്? പന്തലുണ്ടാക്കിയത് ആരാണോ? അതേ മനുഷ്യനായ ശംസുൽ ഉലമ കടന്നു വന്ന് സ്വന്തം പന്തലുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച മഹാനാ. ആരെ മുന്നിലും പരാജയപ്പെടാത്ത സിംഹമാ. ഏതുവരെ അറിയോ? ശംസുൽ ഉലമാക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ, ശംസുൽ ഉലമ നല്ലതാകാൻ വേറെ ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ലല്ലോ സഹോദര. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയില് ഒരു ദിവസം എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്. വഅള് പറയുന്നതിന്റെ ഇടയിലതാ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ സദസ്സിൽ നിന്ന് വിളിക്കുകയാ. യാ മുആദ് തഅൽ തഅൽ യാ മുആദ്, മുആദേ ഇങ്ങോട്ട് വാ മുആദേ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു ഫക്കീറിനെ പോലെ ജീവിക്കുന്ന ഈ സഹാബി മൂലയിൽ ഇരുന്ന് നടക്കുകയാ. കാരണം മുന്നിലിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ, അതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെയുള്ള ധീരന്മാരായ വില്ലന്മാരായ വളരെ പ്രസക്തന്മാരായ സ്വഹാബികളാണ്. അതുകൊണ്ട് എന്നെ ഹബീബ് എന്തിനാ വിളിച്ചതെന്നറിയാതെ നടക്കുകയാ. ഞാൻ ചെയ്തു പോയത് തെറ്റാണോ റസൂലേ? ഞാൻ അങ്ങക്കെതിരെ വല്ലതും ചെയ്തുവോ എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്തായിരുന്നു അവിടുന്ന് മഹാനായ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. യാ മുആദ് തആൽ യാ മുആദ് തആൽ യാ മുആദ് തആൽ യാ മുആദ്. പക്ഷെ റസൂലുള്ള വിളിച്ചതല്ലേ, ഉത്തരം പറയാതെ പറ്റുമോ മുഅ്മിനേ? മെല്ലെ മെല്ലെ വിറച്ചുകൊണ്ട് കാൽ വിറച്ചുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മുആദ് തങ്ങളോട് പറഞ്ഞില്ലേ, മുആദേ നീ യമനിന്റെ ഗവർണറാ. മുആദ് നീ യമന്റെ ഗവർണറാണെന്ന് പറയുമ്പോ ഒരു പഞ്ചായത്തിൽ പോയി കിടന്നിറങ്ങാതെ, ഒരു വീട്ടിൽ പോയി വോട്ട് ചോദിക്കാതെ പെട്ടെന്ന് റസൂലുള്ള ഗവർണർ എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദ് യമനിൽ പോകണം, മുആദ് ഭരണം നടത്തണം മുആദ്. പക്ഷേ മുആദ് തങ്ങൾക്ക് റസൂലുള്ളാഹിനെ വിട്ടുപോകാൻ മനസ്സില്ല. റസൂലുള്ള പറഞ്ഞു, നബിയെ ഞാൻ പോകുന്നില്ല നബിയെ, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പോയി നിൽക്കുന്നൊരു ദിവസത്തെ ഓർക്കാൻ എനിക്ക് സാധ്യമല്ല നബിയെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല നബിയെ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞൊരു മറുപടി ഉണ്ട്, മുആദേ യമനിൽ പോകണം മുആദ്, വഅദ് പറയണം മുആദേ, എന്നിട്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം മുആദേ. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക വമാ ഫിദ്ദുനിയാ